കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ യോശുവ തൻ്റെ ജനങ്ങളെ ഈ മോശയ്ക്ക് ശേഷം മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് വന്നത് യോശുവയാണ്. അപ്പോൾ യോശുവ ജനങ്ങളോട്, കർത്താവ് യോശുവയോട് പറയാണ്, ഞാൻ നാളെ ജനങ്ങളുടെ മധ്യയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, അതുകൊണ്ട് ഇന്ന് അവരെ ശുദ്ധീകരിപ്പാൻ പറയാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വെറും വെള്ളയും ഇട്ട് അല്ലെങ്കിൽ വെളിപ്പുറമേ ഉള്ള ഒരു ശുദ്ധീകരണം മാത്രമല്ല ഇവിടെ പറയുന്നത്, അത് ആവശ്യമാണ്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ, ഒന്ന് നമ്മുടെ ശരീരശുദ്ധിയായാലും നാം ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അങ്ങനെ നാം ദൈവത്തിന് വാസം ചെയ്യത്തക്ക ഒരു വാസയോഗ്യമുള്ളതായിരിക്കണം നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ശരീരവും. അതേപോലെ തന്നെ നമ്മുടെ ആ വെളിപ്പുറമേ ഉള്ള ഒരു ശുദ്ധി മാത്രമല്ല, കർത്താവ് നമ്മോട് പറയുന്നത് ആർക്കും വിശുദ്ധിയില്ലാതെ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ പറ്റത്തില്ല എന്നാണ്, ദൈവത്തിന് മുഖാമുഖമായി ദർശിക്കുവാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വിശുദ്ധി എന്ന് പറയുമ്പോൾ വെറും ഒരു ശരീരപ്രകാരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പിട ഒരു വിശുദ്ധി മാത്രമല്ല, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പോക്കിൽ, വരവിൽ, നമ്മുടെ ചിന്തകളിൽ, നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അത് നാം വരുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും നാം വിശുദ്ധി കാത്തുകൊള്ളേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും അത്യാവശ്യമാണ്. പ്രിയ ദൈവപൈതലെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ തന്നെ വിശുദ്ധീകരിപ്പാനും ആ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ആ കന്യകയെപ്പോലെ കാത്തിരിക്കുമ്പോൾ, കർത്താവ് ഒരു ദിവസം വരുമ്പോൾ, നമ്മുടെ ഇടയിൽ വരുമ്പോൾ, നമുക്ക് കർത്താവിനോട് കൂടെ പോകുവാനും അവനോട് കൂടെ വസിപ്പാനും കഴിയും. അല്ലാതെ നാം ഇഷ്ടം പോലെ വിശുദ്ധിയില്ലാതെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് ദൈവത്തെ സന്നിധിയിൽ പോകും, ഞാൻ വചനം വായിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ പോകുമെന്ന് വിചാരിച്ചാൽ ആർക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ കാണുവാനോ അവൾ സന്നിധിയിൽ പോകാനോ സാധിക്കാത്തതുകൊണ്ട് പ്രിയ ദൈവപൈതലെ, ഓരോ ദിവസവും ദൈവവചനം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിപ്പാനും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തി ജീവിപ്പാനും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ അങ്ങയെ കാണുവാനും ദർശിക്കുവാനും ആഗ്രഹിച്ച് ജീവിക്കുന്ന കർത്താവെ, വെളിപ്പുറമായിട്ടുള്ള ഒരു വേഷമോ ഭക്തിയോ അല്ല ദൈവമേ, ആ ഉള്ളായ മനുഷ്യനുള്ള ഒരു വിശുദ്ധിയും ഒരു വേർപാടും ഞങ്ങളിൽ കാണപ്പെടുവാനും അങ്ങയുടെ വരവിനുമേക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും കർത്താവെ, മനസ്സിലെ ചിന്തകളും ഞങ്ങളുടെ പോക്കും വരവും എല്ലാം അങ്ങയുടെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അങ്ങക്ക് ഹിതമില്ലാത്തത് ഒന്നും ചെയ്യാതിരിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.